ഹേ ഗൈസ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടു നിർത്തിയത് പോറിന് പറ്റിയ ആ ഒരു അപകടത്തിന് പിന്നിൽ ആരാന്നറിയാൻ വേണ്ടിയിട്ട് ഇവന്മാർ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു രൂപം കാണുന്നുണ്ട്. ഇവന്മാരെല്ലാം സൂം ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ടാനെ കണ്ട പടത്തിന്റെ എന്ത് പരിപാടിയാണ് ചെയ്തത്, ഞങ്ങളെല്ലാവരും പേടിച്ചു പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടാനാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ആ സെറ്റൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നതാ, എന്റെ പടവും കൂടി അതിനകത്ത് വരുന്നത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോറാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, ഫേസ് മാസ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട പാടത്ത് നമ്മുടെ ടോപ്പാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകേണ്ട അടുത്തേക്ക് എന്നിട്ട് ഫോണിനെ വിളിച്ച് വിളിക്കുന്നുണ്ട്. ഞാൻ നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടി പറയടാന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ജിന്നിനാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നീ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത്, അവന് വയ്യ കിടക്കാൻ നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ നീയും കേട്ടല്ലേ അവൻ എന്തോ പറഞ്ഞെന്ന്. അവൻ പറഞ്ഞ മാസ്ക് എന്നാണ്. നോൺ എഴുതിയ ആ ഒരു കഥയിൽ മാസ്ക് ഇട്ട ആളാണ് കൊലയാളി. ഇന്നത്തെ ഇര പോറായിരുന്നു, ഇനിയിപ്പോൾ അടുത്ത ഇര ആരായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വയറ്റിലും ദേഷ്യം വന്നിട്ട് നീ വെറുതെ ഇരയെന്നൊന്നും പറയണ്ട, അതിന് പോറ് മരിച്ചു പോയിട്ടില്ലല്ലോ എന്ന് പറയണേ. ഇതേക്ക് നമ്മുടെ ഫൂക്കാന്നുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടില്ല എന്ന് ഇപ്പോൾ പറയാം, പക്ഷെ ഉടനെ മരിച്ചു പോകും. എനിക്ക് 2 ദിവസം കൂടി പറയാൻ പറ്റത്തുള്ളൂ, അതിനുശേഷം അവന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവന് ഉറപ്പായിട്ടും മരിച്ചു എന്ന് പറയണേ. ഇതേക്കുമ്പോൾ തന്നെ നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ഷോക്ക് ആകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് പറയുന്നു, അവന് ഇവിടെ തന്നെ കിടത്തണമെന്നോ, നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ കൊണ്ട് പുറത്തേക്ക് പോകാന്ന് പറയണേ. ഇതേക്കുമ്പോൾ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ചെല്ലില്ല, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോറും നമ്മളെല്ലാവരും മരിച്ചു എന്ന് പറയണേ. ഇതൊക്കെ കേട്ട് പേടിച്ചിരിക്കുന്ന വൈറ്റ് ടീയോട് നിനക്ക് ഉറപ്പാണോ അത് നോണ്ട ഗോസ്റ്റ് തന്നെയാണെന്ന്. നമ്മുടെ ടീയാന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കുകയാണ്. ഇതേക്ക് നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് ചിലപ്പോൾ ഏതെങ്കിലും കള്ളന്മാരുടെ പരിപാടിയോ അല്ലായിരിക്കും എന്ന് അവൻ പറയുമ്പോൾ നമ്മുടെ ടീ ആണെങ്കിൽ ഏത് കള്ളന്മാരെ മോഷ്ടിക്കാതെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നത്, നീ നോക്കി പോറിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം പോലും മിസ്സായിട്ടില്ല. അതേപോലെ തന്നെ നമ്മളെല്ലാവരും വീടിന് പുറത്തു പോയതാ, വീട്ടിൽ നിന്ന് ഒരു സാധനം പോലും മിസ്സായിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇതേക്കുന്ന ജിന്നാണെങ്കിൽ അപ്പൊ പിന്നെ നിങ്ങൾ എന്തോ പറഞ്ഞു വരുന്നത്, പോന്ന് യാതൊരു തരത്തിലുള്ള ട്രീറ്റ്മെന്റും കൊടുക്കണ്ടെന്നാണോ. ടീക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നാളെ എന്തായാലും അങ്കിൾ ഡാങ് വരും നമുക്കുള്ള ഫുഡുമായിട്ട്, അപ്പൊ പിന്നെ ഇവനെയും കൊണ്ട് നമുക്ക് പുറത്തോട്ട് പോവാം, ഇതിനപ്പുറത്തേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞിട്ട് ഇവരാന്നുണ്ടെങ്കിൽ ദേഷ്യത്തെ അവിടെ തന്നെ എഴുന്നേറ്റ് പോവാണ്. പിന്നെയും നമ്മുടെ പോറാണെങ്കിൽ എന്തൊക്കെയോ വിളിച്ച് പറയാണ്, പ്ലീസ് എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാൻ എല്ലാം അറിയാതെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആവാണ്, രാവിലെ നമ്മുടെ ടോപ്പാന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ നിൽക്കുകയാണ്. അവനിങ്ങനെ ഫേസ് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ആരോ ഡോറിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. ഡോറിന്റെ അടുത്തേക്ക് എന്നിട്ട് ആരെന്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ലൈറ്റ് താഴെ വീണ് പൊട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവന് മനസ്സിലാവുന്നുണ്ട് ഇത് രംഗം വഷളാവുകയാണെന്ന്. പെട്ടെന്ന് തന്നെ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡോറാന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് ഓപ്പൺ ആവുന്നില്ല. വെറുതെ നിങ്ങൾ തമാശ കളിക്കല്ലേ, എനിക്ക് പേടിയാവുന്നുണ്ട് വിളിച്ചു പോവാണ്. ഇടിവിന് മേളിലേക്ക് നോക്കുമ്പോൾ ഒരു സൈസ് കറുത്ത പൊക്കെ കാണുന്നുണ്ട്. അതും കൂടി ആകുമ്പോഴേക്കും അവന്റെ കാര്യം ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരെ ഓപ്പോസിറ്റുള്ള ഡോർ തുറന്നിട്ട് ആ ഒരു കറുത്ത രൂപം കയ്യിൽ മഴുവാട്ടി ഇവന്റെ അടുത്തേക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഇവൻ അപ്പം തന്നെ അങ്ങ് താഴത്തേക്ക് അങ്ങ് ഇരുന്നുവാണ്. പ്ലീസ് എന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രൂപാന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് ഇവൻ നേർക്ക് മഴു ആഞ്ഞു വീശുവാണ്. പിന്നെ കാണിക്കുന്ന ഹാളിലാണ്. ഹാളിൽ നമ്മളെ പോറിനെ നോക്കാൻ വേണ്ടിയിട്ട് ജിന്നും ഫ്ലൂക്കും വൈറ്റും കൂടി ഹാളിൽ കിടന്നാണ് ഉറങ്ങിയത്. നമ്മുടെ പി വന്ന് നോക്കുമ്പോൾ ജിന്ന് ബ്ലാങ്കറ്റ് ഒന്നും ഇല്ലാതെ കിടക്കാണ്. പെട്ടെന്ന് തന്നെ അവനൊരു ബ്ലാങ്കറ്റ് ഒക്കെ എടുത്ത് പുതച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ജിന്ന് കണ്ണു ഉറക്കാണ്. ഓ നീ എഴുന്നേറ്റോ, നിന്നെ ഞാൻ ഉണർത്തിയോ എന്നൊക്കെ പറഞ്ഞ് പി ചോദിക്കുമ്പോഴേ ഇല്ല ഞാൻ എന്തായാലും ഉണർന്നില്ല, ഒരു കാര്യം ചെയ്യ്, നീ ഇവനെ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ ഇന്നലെ നൈറ്റ് ഒരുപാട് ഉറങ്ങിയെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ നീ ഒരുപാടൊന്നും ഉറങ്ങിയിട്ടില്ല, നീ ഇവനെ റെസ്റ്റ് എടുത്തോളാം നമ്മുടെ പി പറയുമ്പോൾ ജിന്നാന്നുണ്ടെങ്കിൽ വേണ്ട നീ ഉറങ്ങിക്കോ, എനിക്ക് തോന്നുന്നു നീ ഇന്നലെ നൈറ്റ് ഒന്നും ഉറങ്ങിയിട്ടില്ല എന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ പോയി കുളിക്കാൻ പി പറയുമ്പോൾ നമ്മുടെ വയറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയ ദിവസമല്ലേ ഇന്നലെ അങ്കിൾ ഡങ് വരും എന്ന് പറഞ്ഞ ദിവസം എന്ന് ചോദിക്കുമ്പോൾ ജിന്നാന്നുണ്ടെങ്കിൽ ആണെന്ന് പറയാണ്. ഇതുവരെ ടീ താഴത്തേക്ക് ഇറങ്ങി വന്നില്ലല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ടീ ഇത്രയധികം ദേഷ്യപ്പെട്ട് കാണുന്നത്, അവൻ ഇത്രയധികം ദേഷ്യപ്പെടുന്നു ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വൈറ്റ് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ടോപ്പിന് സൗണ്ട് വെക്കാണ്. ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടേക്കാന്നുണ്ടെങ്കിൽ മേളിലുള്ളവരും താഴെയുള്ളവരും എല്ലാവരും ഓടി വരുവാണ്. അവർ വന്നിട്ട് ഡോറാന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പേടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുകയാണ് നമ്മുടെ ടോപ്പിനെയും കൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്താ പറ്റിയെന്നൊക്കെ. ഇവൻ പെട്ടെന്ന് തന്നെ പറയുന്നത് ഞാൻ നോണിന്റെ ഗോസ്റ്റിനെ കണ്ട്, നിനക്ക് ഓർമ്മയില്ലേ ടോപ്പ് അന്ന് അവൻ എഴുതിയ ആ ഒരു കഥയിൽ ഒരു ബാത്റൂം സീൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ടോപ്പാണെങ്കിൽ ബാത്റൂമിൽ വെച്ച് ഒരാളെ വെട്ടിക്കൊല്ലുന്ന അതേ സീൻ തന്നെ, ആ ഒരു സീൻ ഇപ്പോൾ ഇവിടെ നടന്നത്, എൻ്റെ അടുത്തേക്ക് മഴുവായിട്ട് ആ നോൺ വന്നിട്ടുണ്ടായിരുന്നു, അവനെ എനിക്ക് കൊല്ലാൻ പോയതാണ്, എനിക്ക് പേടിയാവുന്നുണ്ട്, ഉറപ്പായിട്ടും നമ്മളെല്ലാവരും അവൻ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പി ആണെങ്കിൽ ടോപ്പ് അത് നിനക്ക് ചിലപ്പോൾ വെറുതെ തോന്നിയതായിരിക്കും, നീ ഒന്നാമത് നോണിന്റെ കാര്യത്തിൽ പേടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിനക്ക് വെറുതെ തോന്നിയായിരിക്കും, നീ ചിലപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കാണത്തില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. ഇതേക്ക് നമ്മുടെ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, നീ എന്തൊക്കെ പറയുന്നു, നിനക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ലല്ലോ, അവന് ഉറപ്പായിട്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നേന്ന്. അപ്പം നമ്മുടെ വൈറ്റാന്നുണ്ടെങ്കിൽ ടീ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ മുമ്പ് ചോദിച്ചതിന് മറുപടി നീ തന്നില്ലല്ലോ, നിനക്ക് ഇതിനകത്തൊക്കെ വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. ഇതേക്ക് നമ്മൾ ടീ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് വലുതായിട്ട് വിശ്വാസമല്ല, പക്ഷേ ഇപ്പോൾ നീ നടക്കുന്ന കാര്യങ്ങളും ഒരുമാതിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, കാരണം അവൻ എഴുതിയ കഥയ്ക്കകത്ത് ഇതൊക്കെ ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ടോപ്പാണെങ്കിൽ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും നമുക്ക് ഇനി ഇതിനകത്ത് നിൽക്കേണ്ട, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാമെന്നൊക്കെ. ഇതേക്ക് നമ്മുടെ പി ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇപ്പോൾ പേടിയില്ലേ പുറത്തേക്ക്
ഇറങ്ങി പോകുന്നതിന്. എന്തായാലും ഇതിനകത്ത് ഇരുന്നാലും മരിച്ചു, പുറത്തേക്ക് പോയാലും മരിച്ചു. അപ്പൊ പിന്നെ റിസ്ക് എടുത്താൽ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടോപ്പ്. ഒരു കാര്യം ചെയ്യും, ഉച്ചയ്ക്ക് എന്തായാലും അങ്ങ് ഡാങ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ചിന്നു പറയുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മുടെ 4 അംഗ സംഘം കൂടി ഡിസ്കസ് ചെയ്യാണ്. നമ്മൾ ആരും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ജയിലിൽ പോകാൻ ഇഷ്ടമല്ല, എന്റെ ലൈഫ് ഇതേപോലെ അവസാനിപ്പിക്കാനും ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് വലിയൊരു ഡോക്ടർ ആവണം എന്നൊക്കെ നമ്മുടെ ഫ്ലൂക്ക് ഇരുന്നോണ്ട് പറയാണ്. അടുത്തേക്കുന്ന ടോപ്പ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അങ്ങ് ഡാങ് വരുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, നമുക്ക് പുറത്തേക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ ടി ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഫിലിം ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിനു ശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ഫ്ലൂക്കും അതിന് സമ്മതിക്കുന്നുണ്ട്. ശരിയാ നീ പറഞ്ഞത്, അതിനു മുമ്പ് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതിനുശേഷം ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഗൈസ് നിന്റെ ഒന്ന് വട്ടായോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, നോൺ ഒരിക്കലും മരിച്ചു പോയിട്ടില്ല, നോൺ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്, നമ്മളെ വന്ന് കാണുന്നില്ല, അത്ര മാത്രമുള്ളെന്ന് ജിന്നു പറയുമ്പോൾ പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അവൻ മരിച്ചു പോയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അവൻ മരിച്ചു പോയിട്ടില്ലെങ്കിൽ ഞങ്ങളെ കാണാൻ വന്നില്ലേ ശരിയല്ല, നിന്നെങ്കിലും കാണാൻ പറ്റില്ലേ ജിന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജിന്നാണെങ്കിൽ ഒരുമാതിരി ഫീൽ ചെയ്തിട്ട് ശരിയാ നീ പറഞ്ഞത്, എന്നെ ഇതുവരെ കാണാൻ വേണ്ടി വന്നിട്ടില്ല എന്ന്. ആക്ച്വലി എനിക്ക് റീസെന്റ് ആയിട്ട് കിട്ടിയൊരു ക്രഷാണ് കേട്ടോ കോപ്പർ, പക്ഷെ പറയാതിരിക്കാൻ വയ്യ, അവൻ ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്, എന്തോ അവന് ഇതിനകത്ത് എന്തോ ഒരു പങ്കുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേക്കുന്ന ടീ ആണെങ്കിൽ എല്ലാം ഗോസ്റ്റ് എന്തിനോടെങ്കിലും അറ്റാച്ച്മെന്റ് കാണും, നോൺ അറ്റാച്ച്മെന്റുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നശിപ്പിച്ച് കളഞ്ഞതാണ്, ഇനി ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത് ആ ഒരു ഹാർഡ് ഡിസ്ക് ആണ്, അതിനുള്ളത് പോകേണ്ടത് മാത്രമാണ്, അതുകൊണ്ട് നമുക്ക് പോകേണ്ട റൂം മുതൽ നമുക്ക് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ സെർച്ച് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റുമാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ വൈറ്റിനാണ്. വൈറ്റ് മുഖത്ത് ഇങ്ങനെ ക്രീമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്, ക്രീമൊക്കെ ഇട്ടുകൊണ്ട് നിന്നു. അപ്പോൾ പറയക്കൂടെ വരും മഴുവായിട്ട്. പെട്ടെന്ന് ഇവൻ നോക്കുമ്പോഴാണെന്നുണ്ടല്ലേ ഇവന്റെ കഴുത്തിന്റെ അവിടേക്ക് ഒരുമാതിരി പൊള്ളി വന്ന പോലെ പാടുകൾ. ഇത് കാണുമ്പോൾ തന്നെ ഇവൻ പേടിക്കുന്നുണ്ട്, പറയുന്ന ആരോ നോക്കുന്നതായിട്ട് ഇവന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല, കഴുത്തിലോട്ട് നോക്കുമ്പോൾ അവിടെയെങ്കിലും പാടും കാണുന്നില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പിയും വൈറ്റും ടാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മൂന്നുപേർക്കും ഇതൊക്കെ ചെയ്യുന്നത് നോണിന്റെ ഗോസ്റ്റ് ആണെന്ന് ഒരു വിശ്വാസമില്ല. കൂടുതൽ നോണ് ഇവരുടെ ഫ്രണ്ട് ആണെന്നും പറയുന്നു, പിന്നെ ഇവരാന്നുണ്ടെങ്കിൽ അവനെ പേടിക്കുകയും ചെയ്യുന്നു. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോഴേ ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവരൊക്കെ നോണിന് മുമ്പ് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇവരിപ്പോ ഇത്ര അധികം പേടിക്കുന്നതെന്ന്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു പി ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ടാൻ എഴുന്നിട്ട് ഒരു കാര്യം ചെയ്യാം, ഞാനും അവരെ വിശ്വസിക്കുന്ന പോലെ അഭിനയിക്കാം, എന്നിട്ട് അവരെ കൂടെ കൂടിയിട്ട് അവരെന്തോ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ നേരെ ചെല്ലുന്നത് നമ്മുടെ ഫ്ലോക്കിന്റെ അടുത്തേക്കാണ്. ചെന്നപാടെ തന്നെ എന്തോ തിരയുന്നതെന്ന് നമ്മുടെ ഫ്ലോക്കിനോട് ചോദിക്കുമ്പോൾ ഫ്ലോക്കാണെങ്കിൽ ഞങ്ങൾ എന്തോ തിരയുന്നത്, ഞങ്ങളൊന്നും തിരയുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കി കളയരുത്, ഞാൻ എന്റെ ഗോസ്റ്റ് ഓറിനെ ഉപദ്രവിച്ചു, അതേപോലെ തന്നെ ടോപ്പിനെ അറ്റാക്കുകയും ചെയ്ത്, ഇനി നീയാണോ ജിന്നാണോ അതോ ടീ ആണോ എന്ന് അറിയില്ല, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, നീ എന്തോ തിരയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ ടാന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഫ്ലോക്കാന്നുണ്ടെങ്കിൽ അതിലങ്ങ് വീഴുവാണ്. ഞങ്ങൾ തിരയുന്നത് നോണുള്ള ഫൂട്ടേജസ് ഒക്കെയാണ്, അത് കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയണം, അതൊക്കെ പോർ ഒരു ഹാർഡ് ഡിസ്കിലാക്കി സൂക്ഷിച്ചു വെച്ചേക്കുക, അതെവിടാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് തരാനുള്ള ടൈമില്ല, എന്നെ കണ്ടോണ്ട് അങ്ങനെ ജിന്ന് ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയും പോനെ നോക്കാത്തതിൽ, അതുകൊണ്ട് ഞാൻ പോകാൻ വേണ്ടി പോകുന്നൊക്കെ പറയുമ്പോഴേക്കും ജിന്ന് കറക്റ്റായിട്ട് അവിടേക്ക് വരികയാണ്. വന്നപാടെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഫ്ലൂക്ക് നീ എന്താ ഇവിടെ ഗോസിപ്പും പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ പോറിനെ നോക്കണമെന്നൊക്കെ, കൊച്ചൊന്ന് പോറിന്റെ മുറിവ് നോക്കിയേ, ഇവിടെ മെഡിസിന് പഠിക്കുന്നത് നീ മാത്രമേ ഉള്ളൂ, അപ്പൊ പിന്നെ നിനക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ഫ്ലൂക്കിലാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നീ എന്തീ പറഞ്ഞു വരുന്നത്, എനിക്കറിയാം ഞാൻ ഡോക്ടറിന് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെന്നുള്ള കാര്യം, അതേപോലെ തന്നെ അവനെ നോക്കേണ്ട കാര്യം എനിക്കറിയാം, വെറുതെ നീ എനിക്കതൊന്നും പഠിപ്പിച്ചേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ടാന് നേരെ ചെല്ലുന്നത് നമ്മുടെ ടീ എടുത്ത ടോപ്പിന്റെ അടുത്താണ്. അവിടേക്ക് ചെന്ന പാടെ തന്നെ ഇവന്മാര് ഷോക്കായിട്ട് നോക്കുന്നുണ്ട്, ഇവനെന്താ ഇവിടെ എന്നുള്ള മട്ടില്. അന്ന് നമ്മുടെ ടാനാണെങ്കിൽ എന്റെ അടുത്ത് ഫ്ലൂക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഹാർഡ് ഡിസ്ക് തിരയാൻ വേണ്ടിയാ വന്നത്, ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ തെരഞ്ഞെടുത്ത് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടോപ്പിന്റെ കയ്യിലേക്കെന്നുണ്ടെങ്കിൽ ഷെൽഫിൽ നിന്ന് ഈ നോണും ഇവരെല്ലാരും കൂടി പണ്ട് ഇവിടെ ഷോർട്ട് ഫിലിം എടുക്കാണ്ട് വന്നപ്പോൾ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അത് കണ്ട പടം തന്നെ നമ്മുടെ ടോപ്പാന്നുണ്ടെങ്കിൽ ആകെപ്പാട് പേടിക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാൻ കാണാതെ ടീയെ വിളിക്കുന്നുണ്ട്. ടീയെ വിളിച്ച പടം തന്നെ രണ്ടുപേരും കൂടി ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കാണ് ടാനൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ടോപ്പ് അപ്പം തന്നെ പറയാൻ വേണ്ടി തുടങ്ങുന്നത് ഇതെന്തായാലും നോൺ ചെയ്ത പരിപാടി തന്നെയാണ്, അവന്റെ അടുത്ത ലക്ഷ്യം ഞാൻ തന്നെയായിരിക്കും, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ എന്നെ മാത്രം കാണിച്ചില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതിന് പതിയെ സംസാരിക്കേ, നമുക്ക് എങ്ങനെയെങ്കിലും ഹാർഡ് ഡിസ്ക് കണ്ടുപിടിക്കണം, അത് എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം, ഇതിന്റെ എല്ലാം തുടക്കം അതാണ്, അത് നശിപ്പിച്ച് കളയാന്നുണ്ടെങ്കിൽ പിന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് ഇവരിവിടെ നിൽക്കുകയാണ്. അതേസമയം ഇവിടെ പിയും വൈറ്റും ജിന്നും കൂടി അവർ മുമ്പെടുത്ത ആ ഒരു വീഡിയോസ് ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുന്നുണ്ട്, ഇനി അതിനകത്ത് നിന്ന് വല്ല എവിഡൻസ് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരിങ്ങനെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജിന്ന് മാത്രം പെട്ടെന്നൊരു നിഴൽ കാണുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇവന്മാരും കണ്ടിട്ടില്ല. അങ്ങനെ ഒന്നും കൂടി റീക്യാപ്പ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ലാപ്ടോപ്പിൽ നിന്ന് ചെവി പൊട്ടുന്ന തരത്തിലുള്ള ശബ്ദം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ലാപ്ടോപ്പ് അങ്ങ് ഷട്ട് ഡൗൺ ആവും ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ജിന്നാന്നുണ്ടെങ്കിൽ ഇത് എന്ത് പറ്റി ഇത്രയും പെട്ടെന്ന് എന്താ ഷട്ട് ഡൗൺ ആയെന്ന് പറഞ്ഞ് അവൻ നോക്കുമ്പോഴേ അടുത്തേക്ക് വൈറ്റാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഞാൻ നോക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ബാറ്ററി ലോ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തോ ചെയ്യും, നമുക്ക് ഇതിന് പുറത്ത് പോകാൻ ഇനി
എന്താ മാർഗ്ഗം ഉള്ളത്? നീ ഒരു വാക്കി ടോക്കി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിപ്പോൾ എന്തായെന്ന് പറഞ്ഞ് നമ്മൾ വൈറ്റിനോട് ജിന്നി ചോദിക്കുമ്പോൾ വാക്കി ടോക്കിയിൽ ഞാൻ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഒരു തരത്തിലും നടക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നത് സംസാരിച്ചിരിക്കുമ്പോൾ ഫ്ലൂക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പോറിന്റെ ജീവൻ ആപത്തിലാണ്. അതാ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവാണ്. ഇത് കണ്ട പടത്തിൽ നമ്മുടെ ഫൈറ്റാണെന്നുണ്ടെങ്കിൽ ആ വാക്കി ടോക്കി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. എനിക്ക് തോന്നുന്നു ഇവനിങ്ങനെ ബ്ലഡൊക്കെ കാണുന്നത് ഭയങ്കര പ്രശ്നമാണെന്ന്. ഇവൻ നേരെ ഓടിപ്പോകുന്നത് സ്റ്റോർ റൂമിലേക്കാണ്. അവിടെ ചെന്ന പടത്തിന് ഈ വാക്കി ടോക്കിയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു ആന്റീന ഉണ്ടല്ലോ, അതിന് വേറൊരു ആന്റീന കിട്ടുമെന്ന് കരുതി ഇവനിങ്ങനെ തപ്പി നോക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ആന്റീന കിട്ടുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ റേഞ്ച് അങ്ങ് ബൂസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇവൻ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഇടയ്ക്ക് വെച്ചത് പിന്നെയും കട്ടായി പോകുന്നുണ്ട്. അവൻ അങ്ങനെ തിരിഞ്ഞു പോകാൻ വേണ്ടി വരുമ്പോഴേക്കും അവിടെ ഒരു കത്തി ഇരിക്കുന്നത് കാണുന്നുണ്ട്. ആ കത്തിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ബ്ലഡ് ഉണ്ട്. അവൻ അത് കണ്ടിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതേസമയം ഫ്ലൂക്ക് ആണെങ്കിൽ ഇവിടെ പോകുന്ന ബ്ലഡൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റ് വീശുന്നുണ്ട്. അടുത്തുള്ള ജനാലയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആടി ഒലയെന്ന് കാണുമ്പോഴേ ഇവൻ ചെന്നിട്ട് അതെല്ലാം അടയ്ക്കുന്നുണ്ട്. അടച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ പോറിന്റെ കണ്ണിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനെ അടുത്തേക്ക് വന്നിട്ട് പോർ എന്ത് പറ്റി എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പോറാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫ്ലൂക്കിനെ പിടിച്ച് താഴത്തേക്ക് കിടത്തിയിട്ട് കഴുതി ഇങ്ങനെ ഞെരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ പോർ എന്നെ വിട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് തൊട്ടടുത്തായിട്ട് ആ ഒരു കറുത്ത രൂപത്തിലേയും കാണാം. അപ്പൊ തന്നെ നമ്മുടെ ഫ്ലൂക്കിന്റെ ബോധവും പോവാണ്. അപ്സ്റ്റേറിൽ നമ്മുടെ ടാൻ ഇരിപ്പുണ്ട്. ടാൻ താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു കറുത്ത രൂപം പോകുന്നതായിട്ട് അവന് കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ ബോധത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ പോറാന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് കിടക്കുവാണ്. ആക്ച്വലി ഇവന് തോന്നിയതാണോ അതോ ശരിക്കും നടന്നതാണോ എന്തോ ഒന്നും അറിയത്തില്ല. പിന്നെ കാണിക്കുന്നത് ഇവർക്ക് കിട്ടിയ ആ ഒരു കത്തി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ കത്തി എൻ്റെ ഒരു പി പറയുന്നത് ഉറപ്പായിട്ട് ഇത് 9ാമത്തെ പേഴ്സന്റെ തന്നെയായിരിക്കും. അവൻ നമ്മളെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഇട്ടിട്ട് പോയെന്ന്. പക്ഷെ നമ്മുടെ ഫ്ലൂക്ക് പറയുന്നത് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ഒരാൾ അയാൾക്ക് തന്നെയുള്ള തെളിവ് നമ്മുടെ മുമ്പ് ഇട്ടിട്ട് പോകും, എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും അവിടേക്കാണെന്നുണ്ടെങ്കിൽ ടാൻ വരുന്നുണ്ട്. ടാൻ വന്നവിടെ തന്നെ ഞാൻ ഇവിടെ ഒരു രൂപം കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ഇല്ല കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ മാസ്ക് വല്ലതും ധരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ടാൻ ആണെങ്കിൽ ഇല്ല, ഞാൻ അയാളെ ക്ലിയർ ആയിട്ട് കണ്ടില്ലായിരുന്നു, അവിടെ രൂപം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അയാളെ കണ്ടു കഴിഞ്ഞില്ലേ, അപ്പോൾ പിന്നെ അത് മനുഷ്യരായിരിക്കാനുള്ള ചാൻസ് കൂടുതലെന്ന് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വയറ്റ് ചോദിക്കുന്നുണ്ട് ടീൻ ട്യൂബ് എവിടെ പോയെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ടാൻ പറയുന്നത് അവർ രണ്ടുപേരും കൂടി ഹാർഡ് ഡിസ്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അത് അവരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടണം. അപ്പോൾ പിന്നെ 3 വർഷത്തിന് മുമ്പ് എന്താ നടന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, അതുകൊണ്ട് നമ്മളെ തന്നെ ആദ്യമേ ഇത് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. നമ്മുടെ ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ അങ്കപ്പാട് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അവനും എന്തൊക്കെയോ മറക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജിന്നിന്റെ കാര്യത്തിലാണല്ലോ എനിക്ക് എപ്പോഴും ഡൗട്ട്, അവനിപ്പോഴും കൂളായിട്ടാണ് ഇവന്മാരെ കൂടെ പോകുന്നത്. അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ് ഡിസ്ക് തപ്പി നോക്കുമ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു പേട്ടി പോലത്തെ സംഭവം കിട്ടുന്നുണ്ട്. പക്ഷെ അതിനകത്താണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് ഇല്ല. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നമ്മുടെ ടീയുടെയിലും ട്യൂബിന്റെയിലും കിട്ടിയിട്ടുണ്ടെന്ന്. ഇവിടെ നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ് ഡിസ്ക് നശിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇത് നശിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അവിടേക്ക് ജിന്ന് വന്നിട്ട് ആ ഒരു ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് ഇല്ല ഞാൻ തരത്തില്ല എന്തിന് ഇത് നശിപ്പിച്ച് കളയുന്ന പറഞ്ഞാൽ അവൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീയും ടോപ്പും കൂടി ചേർന്നിട്ട് പിടിവലി നടത്തുവാണ് ഇവന്റെ അടുത്ത് നിന്ന്. ടോപ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിന്നിന് ചെറുതായിട്ട് അവൻ തള്ളുന്നുണ്ട്. പിന്നെ നമ്മുടെ പീക്ക് സഹിക്കത്തില്ലല്ലോ, അവൻ അപ്പം തന്നെ പോയി നമ്മുടെ ടോപ്പിന്റെ ഒരു അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ടീക്ക് സഹിക്കത്തില്ലല്ലോ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവന് വന്നിട്ട് നമ്മുടെ പീക്ക് ഒരു അടി കൊടുക്കുകയാണ്. ഇവർ തമ്മിൽ ഇങ്ങനെ അടിയും പിടിവിലൊക്കെ നടക്കുന്ന കാണുമ്പോൾ നമ്മുടെ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നിർത്തുക, നിങ്ങൾ വിചാരിക്കും പോലെ ഇതൊക്കെ ചെയ്യുന്നത് ഗോസ്റ്റ് അല്ല, പോറിനെ കുത്താൻ ഉപയോഗിച്ച കത്തി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ വൈറ്റിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ശരിക്കും ഇത് കണ്ടുപിടിച്ചെന്ന്. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേ ടോപ്പ് അപ്പോഴും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഇത് നോണ്ട് ഗോസ്റ്റ് തന്നെയാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഇതേക്കുന്ന പി ആണെന്നുണ്ടെങ്കിൽ ടീ എടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഇത് മനുഷ്യൻ തന്നെ ചെയ്യുന്നതാണെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോൾ നശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തോണമെന്ന് പറയുമ്പോഴേ നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അങ്കിൾ ഡാങ് എന്നാലും ഉച്ചയ്ക്ക് വരുമല്ലോ, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് എല്ലാവർക്കും രക്ഷപ്പെടാം, എന്നിട്ട് നമുക്കൊരു സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ചെന്നതിന് ശേഷം നമുക്കിത് നോക്കാം എന്താണെന്നൊക്കെ. പക്ഷേ ഒരു കാര്യമുണ്ട്, അതുവരെ ഹാർഡ് ഡിസ്ക് നശിപ്പിക്കാൻ പാടില്ലാന്ന് നമ്മുടെ ടീം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓക്കെ പറയുന്നുണ്ട്. ടീമിന്റെ ഒക്കെ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഇവന്മാരെല്ലാം താഴെ ഇറങ്ങി വന്നിട്ട് പിന്നെയും സംസാരിക്കുകയാണ് ആ ഒരു ഹാർഡ് ഡിസ്കിൽ എന്താ ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ ടാൻ പറയുന്നത് ചിലപ്പം വല്ല പ്രാങ്ക് വീഡിയോ വല്ലതും ആയിരിക്കും എന്ന്. അടുത്തിരിക്കുന്ന വൈറ്റ് ആണെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, അല്ലാതെ ടീ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എനിക്ക് ആ ഒരു കാര്യത്തിൽ നല്ല ഉറപ്പാണെന്നൊക്കെ അവനും ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ ജിന്നിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ശരിക്കും ഈ കാസറ്റിനകത്ത് എന്താ ഉള്ളതെന്നൊക്കെ. ജിന്നാന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അടുത്തേക്ക് ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ കണ്ണ് കാണിക്കുന്നുണ്ട് പറയലേന്നും പറഞ്ഞുകൊണ്ട്. ഇത് കാണാൻ നമ്മുടെ ജിന്നി പറയാൻ വന്ന കാര്യം അങ്ങ് വിഴുങ്ങുവാണ്. അത് ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഷോർട്ട് ഫിലിം മാത്രമാണെന്ന് പറയാണ്. അങ്ങനെ ഇവർ ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്താണെങ്കിൽ അങ്ങ് വരുന്നതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഹാപ്പി ആവുന്നുണ്ട്. പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പും ടീ ഉണ്ടല്ലോ, ഇവന്മാരാണെന്നുണ്ടെങ്കിൽ അങ്കിൾ ദൂരത്ത് വെച്ച് തന്നെ കാണുന്നുണ്ട്. അങ്കിൾ ഡങ്ങാന്നുണ്ടെങ്കിൽ ഇവർക്കുള്ള ഫുഡുമായിട്ടാണ് വരുന്നത്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. ഇവന്മാർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്, കൈയൊക്കെ പൊക്കി കാണിക്കുകയാണ്. പക്ഷേ ഇവരുടെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വരുമ്പോൾ തന്നെ ഈ കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരു നൂലുണ്ടല്ലോ, അതിങ്ങനെ 2 എൻഡിങ്ങിലായിട്ട് കെട്ടിയിട്ടേക്കുമായിരുന്നു. നേരെ വരുന്നത് നമ്മുടെ അങ്കിൾ ഡങ്ങിന്റെ കഴുത്ത് അവിടെ വെച്ചങ്ങ് അർത്ഥങ്ങ് പോവാണ്. ഇവന്മാരുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നത് ആ ഒരു കഴുത്തില്ലാതെ ആ ഒരു ഉടലും മാത്രമാണ്. അപ്പൊ തന്നെ വണ്ടി അങ്ങ് ചരിഞ്ഞ് താഴത്തേക്ക് വീഴുന്നുണ്ട്. ഇവന്മാർ അതൊക്കെ ലൈവായിട്ട് കണ്ടല്ലേ, ഇവന്മാർ നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട്. ടോപ്പിന്റെ കാര്യം പിന്നെ
പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതെല്ലാം ചെയ്യുന്ന നോണാണ്, ഇനി നമ്മളെയും കൊല്ലുമ്പോൾ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, ഇതല്ലേ നമുക്ക് വേറൊരു ചാൻസ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടോപ്പാണെങ്കിൽ അവനിട്ടിരുന്ന ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു ശവത്തിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ ടീയെ നിർബന്ധിച്ച് അവിടുന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. ടീക്ക് അവിടുന്ന് പോകണമെന്നൊന്നുമില്ല, പക്ഷെ അവനെ നിർബന്ധിച്ച് അവിടുന്ന് അങ്ങ് വിളിച്ചുകൊണ്ട് പോവാണ്. അതേസമയം ഇവിടെ ബാക്കിയുള്ളവന്മാർ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഈ ഒരു ബോഡിയാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഇവന്മാരൊക്കെ ആകെപ്പാട് ഷോക്ക് ആവുന്നുണ്ട്. ഇത് ആരുടെ ബോഡിയാണ് എന്തോന്നും അറിയത്തില്ല, കാരണം ആ ഒരു ബോഡിയുടെ പുറത്ത് തല വേണ്ടായോ ആരാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ആകെപ്പാട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കൂടുതലായിട്ടും നമ്മുടെ വൈറ്റാണ് ഒരുമാതിരി ആവുന്നത്, കാരണം കൂട്ടത്തിലെ ഒരു ചെറിയ പയ്യനില്ലേ നമ്മുടെ വൈറ്റ്, അവൻ ആകെപ്പാട് വൊമിറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പീ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു തല കാണുന്നുണ്ട്. ഇവന്മാരെല്ലാം വിളിച്ച് കാണിക്കുമ്പോഴാണ് അത് അങ്കിണ്ടങ്ങിന്റെ തലയാന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പെട്ടെന്നാണ് ഇവന്മാർ തിരക്കുന്നത് ടീയും ടോപ്പും എന്തെന്ന്. അതേസമയം ഇവിടെ ടീനും ടോപ്പിനെയാണ് കാണിക്കുന്നത്. ഇവരിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുവാണ്. വരുമ്പോൾ നമ്മുടെ ടീ കാണുന്നത് മുമ്പിൽ ആ ഒരു കറുത്ത രൂപം വന്നിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ടോപ്പ് കാണുന്നില്ല. ഇവൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മറിഞ്ഞു വന്ന് വീഴുന്നുണ്ട്. വീണ പാടെ തന്നെ ഇവന്മാരെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ മുമ്പിലുള്ള ആ രൂപം അവിടെ കാണുന്നില്ല. അപ്പൊ നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വൈറ്റും അവനും കൂടി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ പിന്നെ അവന്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവന് ശരിക്കും വൈറ്റിനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട് ടോപ്പിന്റെ അടുത്ത്, ടോപ്പ് വേണ്ട, ഇത് നിർത്തലാക്കാം, നമുക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാം, എനിക്ക് വൈറ്റ് ഇല്ലാതെ പറ്റത്തില്ല, നമുക്ക് അവരെയും കൂടി പോയി ചെന്ന് രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ അവരും അപകടത്തിലാവുമെന്ന്. അങ്ങനെ നമ്മുടെ ടോപ്പിനെ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യുന്നുണ്ട് അവർ തിരിച്ച് അവിടുന്ന് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ വൈറ്റ് ആകെപ്പാട് ഷോക്ക് ഇരിക്കുകയാണ്. അവർ ഷോക്ക് ഇതുവരെയും വിട്ടു മാറിയിട്ടില്ല. അപ്പൊ അടുത്തിരുന്ന് നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ടോപ്പും ടീ ഓടി വരുന്നുണ്ട്. ടീ ഓടി വന്ന പാടെ തന്നെ നമ്മുടെ വൈറ്റിന്റെ അടുത്തേക്കാണ് ചെന്നിരിക്കുന്നത്. വൈറ്റ് അപ്പോഴും ചോദിക്കുന്നത് ടോപ്പിനും ടീക്ക് എന്തെങ്കിലും പറ്റിയോന്നാണ്. ഇദ്ദേഹം നമ്മുടെ ടോപ്പാന്നുണ്ടെങ്കിൽ അങ്ങ് വല്ലാണ്ടാവുകയാണ്, കാരണം ഇവൻ അവിടെ ഉപേക്ഷിച്ചിട്ടാണല്ലോ അവന്മാർ അവിടുന്ന് പോകാൻ വേണ്ടി ഒരുങ്ങിയത്. അപ്പൊ നമ്മുടെ ടീ എടുത്ത് ചോദിക്കുന്നുണ്ട്, ടീ ശരിക്കും നീ എന്നെ വിട്ടിട്ട് പോയതല്ലോ, നീ ആരുടെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി ഇവിടുന്ന് പോയതല്ലേ എന്നൊക്കെ. ഇദ്ദേഹം നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ ആണെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പി ആണെന്നുണ്ടെങ്കിൽ എന്തിനാ സത്യം മറച്ചു വയ്ക്കുന്നത്, ഉള്ള സത്യം എന്തായാലും അവന്റെ അടുത്ത് അങ്ങ് തുറന്നു പറയാണ്. ഇദ്ദേഹം ടീക്കാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ പി അടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ജിന്നാന്നുണ്ടെങ്കിൽ രണ്ടുപേരും മാറ്റി നിർത്തുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഫൈറ്റ് ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. ടാനാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്നത് അങ്കിൾ ഡങ്ങിന്റെ വണ്ടിയാണ്, അപ്പൊ നിങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതാണല്ലേ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴേ ഇത് ഞങ്ങൾ മുമ്പേ തന്നെ അറിഞ്ഞ കാര്യങ്ങളാണെന്ന് ടീയും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടോപ്പ് ആണെങ്കിൽ ഇപ്പൊ നോക്കി അങ്കിൾ ഡങ് വരെ മരിച്ചുപോയി, ഇനി നമുക്ക് വേറെ ഒരു വഴിയില്ല, ഇവിടെ കടന്ന് മരിക്കാനായിരിക്കും നമ്മുടെ വിധിയെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ടോപ്പ്. അങ്ങനെ ബാക്കിയുള്ളവരും ആകെപ്പാട് വിഷമിച്ച് നിൽക്കുകയാണ്, കാരണം അവരുടെ അവസാനത്തെ ആ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് അങ്കിൾ ഡങ് ആയിരുന്നല്ലോ. ഇപ്പൊ അങ്കിൾ ഡങ് മരിച്ചുപോയി, ഇനിയിപ്പോ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഷോക്കായിട്ട് നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ.